ചന്ദ്രനെ ചന്ദ്രൻ പീഡിയില് ഡ്യൂട്ടി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതേ. ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? എടാ എന്ത് ചെയ്താലാണ് ഇവന്മാരൊന്ന് പുറത്തിറക്കാൻ പറ്റുന്നത് ഈ പീഡിയെ? വെറുതെ നമുക്ക് ഏതെങ്കിലും രണ്ടും സിറ്റിസനെ വിട്ട് സിറ്റിയിൽ വെടി വെപ്പിക്കാം. 144 എന്ന് പറഞ്ഞ അങ്ങ് ഇറങ്ങും. പക്ഷെ അത് അന്നേരം ഈ ഭരചന്ദ്ര സാറൊക്കെ തോക്കും പൊക്കി ഇറങ്ങി വന്ന എന്ത് ചെയ്യും? കൊല്ല നമുക്ക് അത് വേണ്ട, പറ്റത്തില്ല കമ്പയർ ചെയ്യാൻ. ഹലോ ഹലോ ഓഫീസർ ചന്ദ്രബോസ് സ്പീക്കിംഗ്. ആ എന്താണ് പറഞ്ഞോ? അണ്ണൻ എവിടെയുണ്ട്? പീഡി എന്തിനാ നമ്മൾ വിളിക്കണേ? അണ്ണന് സുഖല്ലേ? പീഡിക്കാർക്ക് ഭയങ്കര കഴപ്പാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത്. നമ്മളെന്തോ ടാർഗറ്റിംഗ് പോലെയാണ്. പീഡിന്ന് ദേവി എന്തെങ്കിലും പറയുണ്ടെങ്കിൽ നിങ്ങൾ ഭരചന്ദ്ര സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മുടെ അടുത്ത് സംസാരിക്കല്ലേ. നല്ലവരാണ് ഓരോ തെണ്ടികള് പീഡിന്ന് വിളിക്കുന്നത്. ഹലോ അണ്ണാ, ജയ് ഹിന്ദ് ജയ് ഹിന്ദ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേട്ടാ, പീഡിയിലാണ് ഇതെങ്കിൽ പീഡിയുടെ നമ്മളിപ്പോ പീഡിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. അണ്ണാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇനി ഇല്ലീഗൽ പരിപാടി വേണ്ട നമുക്ക്. അത് സാറിന് ഇഷ്ടപ്പെടൂല. ഞങ്ങളുടെ ഞാൻ തീരുമാനിച്ചല്ലോ. സാറിന് ഇഷ്ടപ്പെടൂല. സാറിന് ഇഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാറിനോട് നമ്മളൊന്ന് അടിക്കാൻ പറയാം. ഇന്ന് സാറിനെ അടിക്കും, എല്ലാവരും. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. അതാ ആർക്കാ? ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ഓ ഓ ഓ അങ്ങനെ പറ കാര്യങ്ങള്. അങ്ങനാണെങ്കിൽ നമ്മൾ ഇല്ലീഗൽ പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളല്ലോ ഇനി ഇവിടെ. നിർത്തിക്കോണ കേട്ടോ. ഒന്നും നടക്കത്തില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് തടഞ്ഞു കാണിക്കാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു കാണിക്കാം. നമ്മൾ ഇന്നും ചെയ്യും. ഇതാ ഇപ്പൊ ചെയ്യാൻ പോകും ഇല്ലീഗൽ ആക്ടിവിറ്റി. ഞാൻ കൺസൈൻമെന്റ് വരാം അങ്ങോട്ട്. എങ്ങോട്ട്? കൺസൈൻമെന്റ് ഞാൻ നിർബന്ധം കളിക്കാം. ആരുടെ കൺസൈൻമെന്റ്? സാർ ആരുടെ? അല്ല അത് പറഞ്ഞില്ല. ഇന്നലെ വരെ നീ ഇങ്ങനെ അല്ലല്ലോ സംസാരിച്ചത്. ഇപ്പൊ നിനക്ക് അച്ഛന്റെ വിനയമാണല്ലോ ഭരചന്ദ്രൻ സാറിന്റെ അടുത്ത്. അച്ഛനെ പോലെ കാണുന്നത്. ഇത് പീഡിക്കുകയും അനക്കേട് വരുന്ന ഞാൻ ചെയ്തിട്ടില്ല. അച്ഛനെ പോലെ ഒരു ദിവസം നീ യൂണിഫോമിൽ കയറിയപ്പോഴത്തേക്കിന് നീ നമ്മൾക്കെതിരെ അങ്ങ് എന്തോ ഒലത്തിക്കളയാന്നുള്ള രീതിയായോ? നീ കാവലാണ് കാക്കി. ഓക്കെ. എന്നാ പിന്നെ നമ്മുടെ ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കി കാവലായിട്ട്. അങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ, ഈ വണ്ടിയെ ഇത് പീഡിയുടെ വണ്ടി തന്നെയല്ലേ ഇത്? മറ്റേ വണ്ടി എന്തിയെ? എവിടെ? ഇത് എന്തൊരു ബഗ്ഗാണെന്ന് പറയണേ. അൺബ്ലോക്ക് ചെയ്തേക്ക്. 471. ഹലോ ഞാനോട് ഓർത്തന്നെ കുനിച്ചേർത്ത് ഇടിക്കായിരുന്നു ഒരു കേസിൽ കിട്ടിയവനെ. അവനെ ഇടിച്ച് അവന്റെ നട്ടലൂരിയപ്പോൾ സൗണ്ട് ആണ് ഇപ്പൊ കേട്ടത്. ആണല്ലേ? എന്നെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. പക്ഷെ നിന്റെ നട്ടൽ ഊരുന്ന സൗണ്ട് ആണല്ലോ കേട്ടത്. എന്റെ ഉള്ളം കയ്യിലല്ലേ അണ്ണാ പീടി. നിന്റെ ഉള്ളം കയ്യില് എല്ലാരും എന്റെ കയ്യിലാണ്. എല്ലാരും ഞാൻ സെറ്റ് മൊത്തം ഒതുക്കിയാണ്. ചെയ്യരുത്. ഞങ്ങളെ ഞാൻ ഇന്ന് നമുക്ക് വാറും പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങള് പീഡി വണ്ടിയിൽ ഒരു ട്രിപ്പ് പോകാൻ പോവാന്ന്. അത് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അസിസ്റ്റന്റ് കമ്മീഷണർ ഇഷ്ടപ്പെടത്തില്ലെങ്കിലേ ഞങ്ങള് പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് ആ വണ്ടി മേടിച്ചോണ്ട് പോയാൽ മതി. പറ്റുമോ നോക്ക് വണ്ടി മേടിച്ചോണ്ട് പോവാൻ. അത് വിളിച്ച് പറയാം. തൽക്കാലം ലൊക്കേഷൻ പറയാം. നമ്മള് കുറച്ചേരി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അണ്ണാ ഇപ്പൊ ആലോചിക്കണം സിറ്റിയിലെ ബാക്കി എന്റെ ഗുണ്ടോളെ ഞാൻ ഒതുക്കി. ഇനി ഗുണ്ടയായിട്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ സിറ്റിയില്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ്. അണ്ണനെ കൈവലം വെച്ച് കൊണ്ടുപോകുന്ന പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എടാ നിനക്കത് പറ്റുമെങ്കിൽ നീ അത് ചെയ്യും.
ഡയലോഗ് താളമൊക്കെ വിട്ടിട്ട് ഡയലോഗ് താളമൊക്കെ വിട്ടിട്ട് നിനക്കത് പറ്റുമെന്ന് നോക്ക്. അത് ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാണ് അതാണ് അങ്ങനെ കൂടെ കാണാൻ നിന്നപ്പോഴുള്ള പരിന്തോസിനല്ല നീ കണ്ടിട്ടുള്ളൂ, എതിരെ നിന്നപ്പോഴുള്ള പരിന്തോസിനെ നീ കണ്ടിട്ടില്ലല്ലോ. അതും കൂടെ കാണ. ഇത് പറക്കൂ. അത് മാസ് ഡയലോഗാണ്, അതിന്റെ ഇടയ്ക്ക് കയറി കൊണ പറയരുത്, മനസ്സിലായല്ലോ. എനിക്ക് അങ്ങനെ കാണണ്ട. എങ്ങോട്ട് വരാന്ന്? ഇത് ഇങ്ങോട്ട് വരാം. ഗ്യാങ്സിലോട്ട് വരാം. ഇല്ല ഞങ്ങൾക്ക് ഗ്യാങ്സിൽ ഞങ്ങൾ പീഡിയ കേട്ടാറില്ല. കേട്ടാറില്ല. വേറെ എവിടെയെങ്കിലും പറഞ്ഞോ. അങ്ങനെയൊക്കെ ആയാലണ്ണ, അങ്ങനെയായി. എനിക്ക് പീഡി യൂണിഫോം ഇട്ട ആൾക്കാരോട് എനിക്ക് പുച്ഛമാണടാ. നല്ല മനുഷ്യനായിട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഇല്ല, എനിക്ക് പീഡി ഡ്രസ് ഇട്ട ആൾക്കാരോട് ഭയങ്കര പുച്ഛമാണ്. ഞാൻ അവരെ കണ്ട ഇങ്ങനെ ബിഹേവ് ചെയ്യണം. എനിക്കാണെങ്കിൽ പിന്നെ ഇവന്മാരുടെ വണ്ടി കാണുമ്പോഴേ എടുത്ത് ഓടിക്കാൻ തോന്നും. ഞാൻ അങ്ങനത്തെ ഒരു ഫുണ്ടയാണ് ഞാൻ, മനസ്സിലായോ? അണ്ണാ അത് ഞാനേ അണ്ണാ ഒരു സ്റ്റേഷനിലുണ്ടേ. കാർല സ്റ്റേഷനിലുണ്ടോ? അപ്പൊ ഞാൻ കൈകാര്യം ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. എടാ ഈ വണ്ടി അണ്ണനെ വിളിച്ചോ. ഞാൻ ഓടിച്ചോളാം. എടാ ഡ്രസ് മാറണമല്ലോ. ഡ്രസ് പോണ ഗ്യാങ് ഡ്രസ് മാറ്റല്ല, കണ്ടിന്റെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഈ വണ്ടിയെ പോകുന്നു, ചന്ദ്രബോസിനെ കാണുമ്പോ ചന്ദ്രബോസിനെ എത്രയും ട്രിഗർ ചെയ്യാൻ പറ്റുമോ അത്രയും ട്രിഗർ ചെയ്യണം, മനസ്സിലായോ? ഈ ഏബലിനെ ഇറക്കാം, ഏബലിനെ വണ്ടി നിറക്ക്. ബോസ് അണ്ണന്റെ അണ്ടി ഓരോ ശല്യങ്ങള്. എടാ ഒരു കോള്. ഹലോ, ആരാ? ഹലോ സാർ എവിടെയുണ്ട്? ഞാൻ പലയിടത്തും ഉണ്ട്. തൊട്ട് പുറകിലുണ്ടോ? ഇതിന്റെ സൈറിന് അതാ സാധനം അങ്ങനെ ഓണാക്കുന്നേ. ഹലോ ബ്രോ. ഹലോ സാർ എവിടെയുണ്ട്? ഞങ്ങളിപ്പോ മണി ട്രഫിന്റെ അടുത്ത്. നമ്മള് നിങ്ങളെ ഹൗസ് ഒന്ന് ബ്രീച്ച് ചെയ്യണേ. ഹൗസ് ബ്രീച്ച് ചെയ്ത മുട്ടുകാലല്ലേ ഓടിക്കുക സാറേ? സാറേ ഇത് നമുക്ക് ശേഖരിക്കാൻ പറ്റില്ല സാർ. എന്തോ സാറേ ശേഖരിക്കാൻ പറ്റില്ല സാറേ. ലാസ്റ്റ് ഓപ്ഷൻ തരാം സാറേ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യെങ്കിൽ നമുക്ക് നമ്മളൊന്ന് സംസാരിച്ചതിന് ശേഷം സാർ എന്തോ ചെയ്തോ. ഞാനിവിടെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യോ? എന്നാ ഞങ്ങൾ മണി ട്രഫിൽ നിന്ന് ഗ്യാങ്സ് വരെ വരുന്ന സമയം. ഓക്കെ. എടാ അവൻ ക്ഷമയില്ലാത്ത ഒറ്റ ബുദ്ധി. അവൻ എന്തെങ്കിലും ചെയ്യും. വെയിറ്റ് ചെയ്യും. ഡ്രസ് ഊരിയിട്ട് ഹെൽമെറ്റ് ഇട്ടോ. അടിയുണ്ടാവും മിക്കവാറും അടിയുണ്ടാവും. എനിക്ക് ക്രോസ് ഒരു മിനിറ്റ് ക്രോസ് എടുക്കട്ടെ. ഒറ്റ ബുദ്ധി അവനെ വെടിയൊക്കെ വെച്ച് കളയവൻ. മോണ്ടേജിലൊക്കെ കട്ട് ചെയ്തിടും. ഗ്യാങ്സിന്റെ വിളി പീഡിയെന്നാ. ഹലോ കുഴപ്പമില്ല. നീ ഇത്ര നേരം AFK അല്ലായിരുന്നോ? നമ്മൾ ഇത്ര നേരം. ശരി ഓക്കെ. ഈ താടി ഇവിടുന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. സാധനമുണ്ട്, ഒന്ന് ലോഡായിക്കോട്ടെ.
സ്കാർഫ് 11K watching bro saying downfall. അല്ല മാസ്കി 368 മാസ്കിനകത്ത് 36 മാസ്കി 368 മാസ്കില് 368 368 ഇങ്ങനെ വരുന്നു എനിക്ക് 3 ടൈപ്പ് ചെയ്യാൻ പറ്റാതായിരിക്കും അല്ലേ? 3 അതെനിക്കുണ്ട്. 3 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. 368 അതിന്റെ കൊറേ നല്ല താടി കൊറേ താടിയുണ്ട്. അത്രയല്ലേ ഉണ്ടായത്. ഏതാ ഓടാ നീ മുമ്പ് ആരുമില്ല ഇടയ്ക്ക് പറഞ്ഞോ. ഹലോ അണ്ണ നടന്നല്ലോ പറഞ്ഞേ. അല്ലല്ല അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എവിടെ എത്തി? ഇപ്പതാ ഏകദേശം നമ്മുടെ ഹോസ്പിറ്റലിനോട് എത്തി. വണ്ടിക്ക് ഫ്യൂവല് തീർന്നു പോയായിരുന്നു. നമ്മളൊന്ന് ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുവായിരുന്നു. തിരക്കുള്ള ആൾക്കാരാണ് നമ്മൾ. തിരക്കുണ്ടെങ്കിൽ പൊക്കോ തിരക്കുണ്ടെ പൊക്കോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കേറുവാണേ. വീട്ടിൽ കയറിയ നേരെ ഒന്ന് വെടിവെക്കത്തേയുള്ളേ. ബ്യൂട്ടി. ഇതാകുമ്പോ നമുക്ക് മനസ്സമാധാനത്തിൽ ഒന്ന് സംസാരിക്കാം. ഇത് പോരെ ഒരു 5 മിനിറ്റ് തന്നത് 5 മിനിറ്റ്. ഇത് 5 മിനിറ്റ് കൂടുതലാണ്. എന്നാൽ 3 മിനിറ്റ്. 2 മിനിറ്റ്. 2 മിനിറ്റ് ആണെങ്കിൽ അവിടെ കയറിയ തല്ലി ഓടിക്കും. ഒരു സംശയമില്ല. നമ്മളൊരു പീഡി പീഡിക്ക് കൊടുത്തില്ലെങ്കിലേ സീനാവും. നമ്മുടെ പറഞ്ഞ പീഡി നടക്കും. അവിടെ വരുമ്പോ മിണ്ടല്ലേ. സൗണ്ട് ജസ്റ്റ് ഒന്ന് ബേസ് കൂട്ടി സംസാരിക്കുക. നമ്മൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പോവാട്ടാ. എന്റെ പേര് വിമലൻ. എന്റെ പേര് ജോർജ് കുട്ടി. ഞാൻ ഇരവി. ചെരവല്ലടാ ഇരവി. മറ്റേ ബസ് കണ്ടക്ടർ കേട്ടില്ല. വേറൊരു ടീം അറിയണ ഇത്തിരി സീനായിട്ടുള്ള ടീം ആണോ? അണ്ണൻ കേട്ടിട്ടുണ്ടോ ബ്രെയിൻലെസ് എന്ന്? ഓ അറിയാം. വിഷയം അണ്ണനും വരുന്നു നമ്മളുടെ BLS അടി. ഞാനില്ല. സീന് വീഡിയോമായി പോയി കഴിഞ്ഞാൽ മാസമായി. അടുത്ത വീഡിയോ പോയി. അണ്ണൻ പോയാ ഞാൻ പറഞ്ഞില്ല ഒറ്റ ബുദ്ധിയാവുന്നത്. ഇതിപ്പോ നമ്മളെല്ലാരും കൂടെ വന്ന് പ്ലാറ്റ് ഇവര് കൊറേ പേരുണ്ടാവോ? എല്ലാവരുടെ ഡ്രസ് പറഞ്ഞ നമ്മുടെ അണ്ണ 14 പീടി ആരെ മരിച്ച് നമ്മുടെ കുടുംബം ചത്ത്. നീ ശവത്തിന്റെ മേത്ത കൈ വെച്ചേക്കുന്നേ. ഞാൻ ശവത്തിന്റെ മേത്ത് ഇരിക്കുന്ന എണ്ണ ചന്ദ്രൻ അടിച്ചിട്ടാണോ അവനെ? ഹെൽമെറ്റ് ഇല്ലാണ്ടിരുന്നു. അടി എനിക്ക് ഹെൽമെറ്റ് ഉണ്ടോ? എനിക്ക് കണ്ടൂടാ. ഹെൽമെറ്റ് ഇല്ല. നീ മുഞ്ചി കേട്ടോ. ഡ്രസ് മാറാൻ പോയപ്പോ എന്താ പറഞ്ഞേ? ഞാനിട്ട് ഹെൽമെറ്റ് ഉണ്ടെന്ന് എന്നിട്ട് അടിച്ചിട്ടവൻ. പക്ഷെ ബാക്കിയുള്ള ഞാനല്ലേ ചത്തേ, ഫ്രണ്ടിലുള്ള ഇവനെ ചത്തേ. അതെന്ത് നീ തല വെച്ച് അവന്റെ തല കിട്ടി. എനിക്കിപ്പോ ഹെൽമെറ്റ് വന്നോടാ. അതിപ്പോഴാണ് ഞാൻ തല വിളിച്ചു വെച്ചേ. ഇവനെ ഒന്ന് രക്ഷിക്കാൻ എന്ത് ചെയ്യണ്ടേ? അണ്ണ എവിടെയെങ്കിലും ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്താം. നീ ഇവനെ പുറത്തോട്ട് ഇറക്കി. മറ്റുണ്ടോ നോക്കി. വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തോ. വണ്ടി അണ്ണ കിട്ടും. പൊക്കിട്ട് പറയേ. ഹലോ ഹലോ അണ്ണാ, ഞാൻ അങ്ങോട്ട് വന്നപ്പോ നിങ്ങള് വേറെ ആരോ വെടിവെച്ച് വണ്ടി എടുത്തോണ്ട് പോയത് അങ്ങോട്ടാ? ആരാ? അല്ല, ഞങ്ങൾ ഏതോ കുറെ കള്ളന്മാര് മറ്റേ പീടി വണ്ടി എടുത്തിട്ട് വന്ന് അങ്ങനത്തെ ഒരു ഫയറിങ് ചെയ്യാൻ തോന്നുന്നു. ആണോ? ഞങ്ങളപ്പോ അവിടെ വെടി കൊണ്ടപ്പം വെടി വന്നപ്പോ നമ്മള് വിചാരിച്ചു ഇനി വേറെ നിങ്ങൾ വല്ല സിറ്റുവേഷനിലായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നതാ. നിങ്ങളെവിടാ? ഞങ്ങള് മണി ട്രഫിലോട്ട് തിരിച്ചു വന്നായിരുന്നു. ഞാൻ മണി ട്രഫിലുണ്ടല്ലോ. മണി ട്രഫിലോട്ടുണ്ടോ? ആ, ഞങ്ങളിപ്പോ മണി ടർഫല്ല, നമുക്ക് മൾട്ടിപ്പിൾ ടർഫിലുണ്ട്. നമ്മളിപ്പോ റാഞ്ചോയില്. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ ഇപ്പൊ? ഇല്ല, നിങ്ങള് സിറ്റുവേഷനിൽ എന്തോ അല്ലേ നടക്കണ്ടേ? ശരി. ശരി.
അത് സാറേ പീടിയാണ് പറഞ്ഞോളൂ, നമ്മുടെ മഫ്തിയിലുള്ള പീടിയാണ് പറഞ്ഞോളൂ. എടാ അവൻ എന്തോ പറഞ്ഞു പറഞ്ഞത് അവൻ നമ്മളെ കണ്ടാണ് അത്. എടാ അവൻ കണ്ടടാ, അവൻ നമ്മളെ കണ്ടടാ. എടാ, നിങ്ങളൊന്ന് മാർക്കറ്റ് എവിടാന്ന്? ആ ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണാ എന്തുണ്ടെങ്കിലും ആര് വെച്ചാൽ നമ്മള് മഫ്തിയിലുള്ള പീടിയെന്നങ്ങ് പറയാം. മഫ്തിയിലുള്ള വീഡിയോ. ഓ ഇത് ഗുണ്ടകളുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെന്നവരെ മനസ്സിലാക്കാൻ വേണ്ടിയാന്ന് പറയാം. എടാ പീടി ഒന്ന് മാർക്ക് ചെയ്യടാ, പീടി ഒന്ന് മാർക്ക് ചെയ്തടാ. ആണോ പീടി എന്ന് പറയുന്നത് ഇതിവിടെയാണ്. മാഡം നമ്മുടെ മഫ്തിയിലുള്ള ഓഫീസേഴ്സ് ആണ്, നമ്മളെ പിറ്റിയില്ലേ കാണുമ്പോ പിറ്റിയണോന്നാണോ നിങ്ങൾ സല്യൂട്ടില്ലേ മാഡം? ഹലോ മാഡം. ഇങ്ങനെ പിറ്റിയല്ലേ മാഡം? EMS കണ്ടുകളാ പറഞ്ഞു കൊടുത്തത് നമ്മളിവിടെ ഉള്ളത്. നമ്മുടെ ബാക്കിൽ ഹെലിയും കൂടെ ഉണ്ട് അണ്ണാ. ഹെലി വന്നാ അണ്ണാ ഇനി മറ്റേ ടണലാണ്. അണ്ണ ആ ടണലിൽ പോയാൽ പിടിക്കൂല അണ്ണാ. പീടി എത്ര പേരുണ്ട് മൊത്തം? പല വഴി എത്താം നമുക്ക്. 14ഓളം പേരുണ്ട്. 10. എടാ, ഇവിടെ നിനക്ക് വഴി അറിയോ ടണലിലോട്ടുള്ള? എനിക്കറിയാം സീറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല സുഹൃത്തെ, ഒരു പ്രശ്നമില്ല. നമ്മള് വണ്ടി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ OTW. തല്ലും കേട്ടോ, നിങ്ങളൊന്ന് വന്നേക്കണേ. സഹായം വേണ്ട ഇനി മതി, നന്ദിയുണ്ട്. അങ്ങനെ പറയില്ലേ? ഇതൊരു അപ്പി വണ്ടിയാണ് ഇത്. അണ്ണ വേഗം ലെഫ്റ്റ് ഇതോരാ ഏതെങ്കിലും ഒരു കൊടി കിട്ടും അതിനകത്ത് കയറിയിട്ട്. ഹലോ പീടി വെടി പീടി വെടിവെക്കോ. ഇവിടെ വിട്ടാണല്ലേ, ഇവിടെ ഇതാണ് ടണല്. ബ്രേക്ക് അണ്ണാ ടണല്. നമ്മള് ടണൽ കയറും. നിങ്ങൾ ലെഫ്റ്റ് ടണൽ. അയ്യോ എന്നാ നേരെ പോയി നമ്മള് വീണ്ടും പുതുക്കി സൈസ് വണ്ടി കയറും. അണ്ണ ഇനി തിരിച്ചു പോയി ടണലിൽ കയറിക്കോണ. തിരിച്ചു ടണൽ ഈ വട്ടം ടണൽ പോണേ കറക്റ്റ്. എത്ര വട്ടം ഈ വട്ടം ഉണ്ടാവല്ലേ? നോക്കി കയറണം. പൊട്ടണ സാധനം ഉണ്ടോ? ബ്രേക്ക് അണ്ണ പൊട്ടണ സാധനം ഉണ്ടോ? സാറേ നമ്മള് നേരെ കുറച്ച് വീഡിയോ കൊടുത്തു വെറുതെ. ഒന്ന് ഇടിച്ചേർണേ. അത്രേ ഉള്ളൂ. താങ്ക്സ്. നമ്മളല്ല ഇതൊക്കെ. നമ്മളല്ല പൈസ ടണലിനുള്ളിൽ പാർക്ക് പിങ്ങിയടാ. ഇവനെ കയറി എടുക്കാൻ വാ. ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് എന്നെ മാറ്റി ഇടാമോ? ആര് കാണാൻ? ഓല്ലടാ സ്നൈപ്പേ. ജുഗ്രു എവിടെ ലൈവ്? ജുഗ്രു നിങ്ങൾക്ക് അവിടെ അടിക്കാറാൻ പറ്റുമോ?
മണ്ടാപ്പി അവിടെ നിന്ന് കയറിക്കോ നിങ്ങള്. എടാ ഞാൻ ഷീൽഡ് അടിക്കോടാ. ഹലോ ഇവര് 4 പേര്. ടണൽ വേടാ. അവര് പുഷ് ചെയ്ത് അവിടെ മണ്ടാപ്പി. അവൻ ചത്ത് കേട്ടാ, ജൂഡ് ചത്ത്. എടുത്താ എടുത്തു പറയട്ടെ, മാഡം ഉണ്ടല്ലോ അവിടെ. ഇവിടെ ഒരു സൂപ്പർമാൻ പറന്നു വന്ന് കണ്ടായിരുന്നു. നീലൊക്കെ വന്നേക്കുന്നു. എന്നെ നോക്കി വീഡിയോ ഏകദേശം ഡൗൺ ആയിട്ടാ. കൊണ്ടുവാടാ കേബില്. അയ്യോ ഇനിയാണ് നമ്മള് വീഡിയോ നമുക്ക് അണ്ണന്തി എന്നെ ഒന്ന് റിവൈവ് ചെയ്യടാ. സെക്കൻഡ് കോൾ ഉണ്ട്. സെക്കൻഡ് കോൾ കൊടുത്തു. എനിക്കൊരു ഓഫീസറിനെ അപരാധിക്കാനുണ്ട്. അവനെന്തിയെ പീടി പറഞ്ഞു. പടക്കം പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് സാറേ. വിട്ടോളൂ. എടാ ചന്ദ്രബോസ് സാർ ഇവിടെ കാണാൻ ഉണ്ടോ നോക്കിയടാ. ഇവിടെ കൊറേ ഇവിടെ ഒരു ഓഫീസർ കിടക്കുന്നു. അവനെ എന്തിനാ ഓടിച്ചു വിടല്ലേ? ഇതിന്റെ പാസ്. ഹലോ, കൂട്ട ആൾക്കാരെ ഞാൻ നമ്മളങ്ങ് അടിച്ചങ്ങ് തൊലച്ചാട്ടാണ് ഇവിടെ ഇട്ട്. ആണോ? ഒരു കേസ് വന്നാ നമ്മുടെ വണ്ടി എടുത്ത കേസ് അടിച്ച് തൊലച്ച് കളഞ്ഞ്. എനിക്കൊരു 6 പിക്ക് ഉണ്ടായിരുന്നേ. ഭയങ്കര നല്ല അഭിപ്രായം വീഡിയോ സൈഡിൽ നിന്ന്. അല്ലേ? ആ 6 പേര് മാറി അടിച്ചേ. മാറി അടിച്ചു. ഒരു മിനിറ്റ് അണ്ണാ, വഴി തീർന്നു. എവിടെയാണ് ഒരു സ്ഥലത്ത് ഏത് സ്ഥലം എന്ന് പറയോ? ഇത് അറിയാൻ പറ്റില്ല അണ്ണാ, അത് അങ്ങനത്തെ സ്ഥലം. കൊറേ പേരൊക്കെ ഉണ്ട്. ആണല്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വീട്ടിലോട്ട് വരണ. ഇതിപ്പോ വീടിൽ നിന്ന് ഇറങ്ങണം. ആണോ? വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമായോ? സമയം ഇറങ്ങണ സമയം. ഇന്നോടെ മതി. ഇന്നോടുള്ള കഴിഞ്ഞ് എന്നിട്ടല്ല നീ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും പിക്കൊക്കെ കിട്ടിയെങ്കിലേടാ പീടിക്ക് വേണ്ടി കളിച്ചൂടെ? അതാവുമ്പോ എനിക്ക് തോന്നുന്നു പീടി ആവുമ്പോ നിനക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ തന്നെ നിക്കുന്നതില് കുഴപ്പമൊന്നുമില്ല. അവിടെ തന്നെ നിക്കാൻ നിനക്ക് വേണമെങ്കിൽ. ഇല്ല, ഇത്ര സ്കിൽ ഗ്യാങ്ങിന് വേണ്ടി ഇതാക്കണതാണ്. ആണല്ലേ? എത്ര പേരെ കൊന്ന? 6 പേരെയാ? 6. അയ്യോ, 6 പേരെ അല്ലേ? അതൊക്കെ എന്ത് സ്കിൽ സെറ്റ് ആടാ ചന്ദ്ര. സാറേ ഹലോ സാറേ, ചന്ദ്രബോസ് സാറുണ്ടോ സാറേ? ചന്ദ്രബോസ് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു. ചന്ദ്രബോസ് സാർ ഹലോ, ഒന്ന് പറഞ്ഞ സാർ. നിങ്ങളുടെ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണോ ഇവിടെ? ചന്ദ്രബോസ് സാറ്, നമ്മുടെ ചന്ദ്രബോസ് സാർ നിൽക്കുന്നത് ഇതാണ് സാറ്. പുതിയ സാറാ? അയ്യോ, സാറിനെ കാണുമ്പോ തന്നെ ഒരു പേടിയൊക്കെ വരുന്നുണ്ടേ സാറേ. നിങ്ങൾ ടണൽ ക്ലീൻ ആക്കുന്ന ആൾക്കാരാണോ? നമ്മള് ടണലൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരാ. ഞങ്ങള് നോക്കിയപ്പോ ഒരു 3 പയ്യന്മാര് തന്നെ സാറേ ഈ പീഡിയിലുള്ള ഓഫീസറിനെ അവിടെ അടിച്ച് തൂറ്റിച്ചിട്ടേക്കുന്നത്. അപ്പൊ സാറുമാരുടെ തീട്ടോ ചോരയെല്ലാം വാരി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ്. ആണോ? അത് രണ്ടു ചറക്കി വിടായിരുന്നു. ഭയങ്കര പായലല്ലേ ഇവിടെ? അല്ലല്ല സാറേ, നമ്മള് ക്ലീൻ ചെയ്യാൻ വന്നപ്പോ ഓൾറെഡി കണ്ടായിരുന്നു പീഡി അടിമേടിക്കുന്നത് സാറേ. പീഡി അടിമേടിക്കുന്നത് നമ്മള് കണ്ടായിരുന്നു. ഒരു 3 പയ്യന്മാര് ഒരു 10 പേരെ കൊന്നുകളഞ്ഞ്.
പായല് നല്ല തെന്നലുണ്ട് സാറാ കൂടുതലുണ്ടായിരുന്നു ചത്തുവീണ കൂടുതൽ ഇല്ല സാറുണ്ടായിരുന്നു ഇല്ല 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 ഞങ്ങൾ ഇവിടെ എല്ലാം വൈപ്പ് ചെയ്ത് എല്ലാ ആൾക്കാരെല്ലാം ഇതാക്കി ആണല്ലേ ഇവിടെ വീണ്ടും കഫ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക സാറിന്റെ ബ്ലഡിൽ പുരിഞ്ഞ ഐഡന്റിറ്റി കാർഡ് സാറേ പിടിച്ചു. നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് കാണണമല്ലോ എല്ലാരും സാറേ എല്ലാരും എന്താ സാറേ അല്ല നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണണമല്ലോ നിങ്ങളെ സാറേ അറിയാതെ പറ്റിയാണ് മുടിയൊന്നും ഒരു അറിയാതെ പറ്റിയാണ് ഇല്ല സാർ ഇറ്റ്സ് ഓക്കെ സാർ ലൈഫ് അങ്ങനെ സാറിന്റെ ഫുൾ നെയിം എന്താ സാറേ സാർ ഇവിടെ സാഹിത്യ പെശകാണ് സാർ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഇവിടെ ലീവ് ചെയ്യണം സാറേ നമ്മളിവിടെ സ്ഥിരം ജോലി ചെയ്യുന്നവരല്ലേ സാറേ ഐഡി കാർഡ് സാറേ കണ്ടില്ലേ സാറേ സാറ് വിമല തരുന്നുണ്ടോ സാറേ ഇതാണ് വിമല സാറേ ഉന്നലയുടെ അത്ര നീളം ഉണ്ടല്ലോ താടി സാറേ നമ്മുടെ താടിച്ചൊരു വിഷയമാണ് സാറേ സാറേ വിമലനാണോ എന്റെ പേര് വിമലൻ സാർ നിങ്ങള് പണ്ട് നിങ്ങളുടെ പേരിൽ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ സാറേ എന്റെ പേരിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ആടിന്റെ കട്ടോണ്ട് അതെന്റെ പേരിലല്ല സാറേ അങ്ങനത്തെ കേസുകളൊന്നുമല്ല നമ്മള് കുറച്ച് വലിയ കേസുകളൊക്കെയാണ് ചെയ്യാറ് സാർ ഇത് നിങ്ങളുടെ ഇവിടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ ഇതെല്ലാം നമ്മള് വൃത്തിയാക്കുന്ന പയ്യന്മാരാണ് ഇതൊക്കെ നമ്മള് കുറച്ചധികം വൃത്തിയാക്കിയിട്ടുണ്ടേ പീഡിയെ വൃത്തിയാക്കിയതേ ഉള്ളൂ ഈ സാർ ബാർബർ ഷോപ്പിൽ പോവാറില്ലേ സാറേ സാറിന്റെ കാര്യം പറയട്ടെ സാറേ സാറ് ഇപ്പൊ കൂട്ടത്തില് സാറാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഇത്രയും പേരുള്ളപ്പോ സാറ് ഡയലോഗ് അടിച്ച സാറേ ഈ ടണലിൽ തന്നെ നമ്മൾ കുഴിച്ചു മൂടുവേ നമ്മള് ക്ലീനും ആക്കും ചില സമയത്ത് തല്ലി കൊന്ന് കുഴിച്ചു വിടും ഇവിടെ മാഫിയാണല്ലേ സാർ സാറിന് കൈപൊക്കിയ സാറേ കൈപൊക്കി സാർ ഇത്രയും മാസം അടിച്ചിട്ട് എങ്ങനെ പോണേ ഇവിടെ സാറത് കൈപൊക്കി സാറിന്റെ മറ്റേ റേഡിയോ ഇതൊക്കെ എടുക്കുവാണ് GPS ട്രാക്കറൊക്കെ. ഓ എന്റെ കൂടെ പറഞ്ഞു വിട്ടിട്ട് വരാം. ഇങ്ങനെ നിൽക്കുമ്പോ അവർക്ക് വിഷമോ ഞാൻ പോയിട്ട് പറഞ്ഞില്ല. ഇല്ല അവർക്ക് വിഷമം ആയിക്കോട്ടെ സാറേ അവര് നമ്മുടെ കുഞ്ഞമ്മ സാറേ ഇതെന്താ പ്രശ്നം എന്താ നമുക്ക് സംസാരിക്കാൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പം റോങ് ആയിട്ട് സംസാരിച്ചാണ് ഇഷ്ടപ്പെടാത്തെ. നമ്മുടെ വെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല സാറേ. സാറേ വെയിറ്റ് കുറച്ച് സംസാരിക്കാം, എനിക്ക് രണ്ട് രീതിയിൽ അറിയാം. എന്നാ വെയിറ്റ് കുറച്ച് സാറ് സംസാരിച്ച് കേക്കട്ടെ. സാറേ സാറേ എന്റെ പേര് ചന്ദ്രൻ. ഇവിടെ ഒരു ട്രെയിന് ഇപ്പൊ കയറിയ ഓഫീസറാണ് പിടിയില്. ഓക്കെ. അപ്പൊ വലിയ വലിയ കേസുകളൊക്കെ ഡീൽ ചെയ്യുന്നത് ഭരചന്ദ്രൻ സാറാണ്. നമ്പർ തരാം. ഭരചന്ദ്രനൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളതാ. സാറേ നമ്മൾക്ക് അങ്ങനെ വേറെ പരാതി ഒന്നുമില്ല. നിങ്ങൾ എന്താ ചോദിക്കും ഇവിടെ നല്ല സ്ഥലം. അല്ല സാറിന് നമ്മുടെ എന്തെങ്കിലും ചോദിക്കാനോ കണ്ണെടുക്കാനോ എന്തോ ഉണ്ടോ? തങ്കപ്പെട്ട സാറിനെ കണ്ടാൽ തന്നെ എനിക്ക് എന്റെ വല്യപ്പച്ചന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് സത്യം പറഞ്ഞ. ആ ഒരു മീശ വള്ളം പോലത്തെ താടി. ഇത് ട്രോഫിക്ക് ഇറക്കോ സാറേ? സാറിന് ഇവിടുത്തെ തക്കടുവാവ് അധോലോകത്തിനെ അറിയോ? സാറേ ഇത് അടുത്ത നെഹ്റു ട്രോഫിക്ക് ഇറക്കോ? സാർ ഇവിടുത്തെ തക്കടുവാവ് അധോലോകത്തിനെ അറിയോ? അറിയാം ഞാൻ കുടുംബത്തിലെ. സാറ് നമ്മളവിടുത്തെ വാസുവിനെതിരായിട്ടുള്ള ആൾക്കാരാ. ഇപ്പൊ വാസുവിന്റെ ഫോണിലേക്ക് വിളിച്ചായിരുന്നല്ലോ. അല്ല എന്തോ ബ്രീച്ച് ചെയ്യുന്നു എന്തൊക്കെയോ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നല്ലോ. നമ്മളെ വാസുവിനെതിരാ. പക്ഷെ വാസുവിനെ നമുക്ക് തന്നെ തട്ടണം, അല്ലാതെ വേറൊരുത്തിനും നമ്മൾ കൊടുക്കൂല. മനസ്സിലായ? അപ്പൊ അവിടോട്ട് കേറി സാറും സാറിന്റെ പീഡിക്കാരും ഒന്നും കളിക്കണ്ട. അങ്ങനെ തട്ടാൻ പറ്റില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടൊക്കെ ഇതിനു മുമ്പ് എടുത്തിട്ടുള്ളതാ. വെറുതെ വിട്ട് കളഞ്ഞതല്ലേ ഈ വിമലന്റെ മുകളിൽ ഒരു വാസുവും ഇല്ല. പണ്ടത്തെ വാസുവിന്റെ ഇപ്പോഴത്തെ വാസു ഇച്ചിരി പ്രശ്നമാണ്. അത് പണ്ടത്തെ ആണേലും എപ്പോഴത്തെ ആണേലും വിചാരിച്ച വാസുവിനെ പൊക്കും, അത്രേ ഉള്ളൂ. അതിന്റെ മുകളിലൊന്നും ഇല്ല വിമലന്റെ മുകളിൽ വിമലൻ മാത്രം. സാറി ടണലിന്റെ മുകളിലോട്ട് കയറുന്ന മാത്രം ഓർമ്മ കാണും. ഒരു ഓർമ്മ സാറേ. നിന്റെയൊക്കെ വാസുവിനെ ഇതിനു മുമ്പ് കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ നിനക്കൊക്കെ? സാറേ ഞാൻ കാര്യം പെട്ടെ, ഞാൻ ഈ പീഡിയിൽ കയറിയപ്പോ അവരൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഇച്ചിരി പ്രശ്നമാണ്, ഇന്നെ ഞാൻ ഇച്ചിരി ഇഷ്യൂ ആണ്, തൊടാൻ പറ്റത്തില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങളിപ്പോ 4-5 ഇത്ര പേരെ കൊണ്ട് ഒക്കൂല. നമ്മളൊരു 100ഓളം പേരുണ്ട്. 100 പേരെ കൊണ്ട്
പുതിയ സർവർ വാങ്ങിയ സാറ് ബ്രെയിൻലെസ് നേരിട്ടുണ്ടോ സാറേ? നമുക്ക് അലയൻസ് ഉണ്ട്, ബ്രെയിൻലെസ് ഉണ്ട്, ഇങ്ങനെ കുറെ അലയൻസുകളുണ്ട്. നമ്മളെ എല്ലാം കൂടെ കൂട്ടി നോക്കിയ ഒരു 100 പേര് വരും. കുടുംബത്തിലാണ് കുടുംബത്തിൽ വന്നേന് കുടുംബം. ഞാന് ബ്രെയിൻലെസ് സാറേ എനിക്ക് ഒരു പ്രശ്നം സാർ ഞാൻ എനിക്ക് എന്റെ പേരിൽ നമ്മളിപ്പോ കമ്പനി എന്താവശ്യം എന്നെ വിളിച്ചാൽ ചേട്ടാ നിങ്ങൾക്ക് സാറിന്റെ ആവശ്യമൊന്നുമില്ല. സാറിനെ വേണമെങ്കിൽ ഇനി അവര് നമ്മളെ വിളിക്കേണ്ടി വരും. അപ്പൊ സാറ് വലിയ ഡയലോഗ് ഒന്നും പറയരുതേ നമ്മുടെ അടുത്ത്. ഇല്ല സാർ ഞാൻ എന്താ പറയാ സാർ, നിന്റെയൊക്കെ അണ്ണൻ വാസുവിനെ കൊണ്ടിരുത്താക്കി നിന്നെയാണോ ഇരുത്താൻ പാട്? ഓ സാർ എന്റെ അടുത്ത് വെച്ചേ പാടാണ് നല്ല പാടാണ്, പറ്റൂല, നടക്കൂല. നിന്നെ കൊണ്ടിരുത്താൻ ഈസി അല്ലടാ. ഇപ്പൊ പോലും ദേ ഈ പറയണ ആരെങ്കിലും ചോദിച്ചു വന്നോ? കറണ്ട് പോയി. സത്യം, ഈ കറണ്ട് പോയതൊരു സൂചനയാണ്. എന്റെ അണ്ണൻ വന്നു മുകളില്, മനസ്സിലായില്ലേ? അവരാദ്യം ഫ്യൂസ് വരും. ഇനി നിങ്ങള് കണ്ണ് തുറക്കുമ്പോ അല്ല അത് KCB-ലൊക്കെ അത് നമുക്ക് അങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മള് ഇതാണ്, നമുക്കറിയാം ഊരാനും കുത്താനും ഒക്കെ. കറണ്ട് ഉള്ളപ്പോഴും കറണ്ട് ഇല്ലാത്തപ്പോഴും അടിക്കാൻ പറ്റൂല, മനസ്സിലായ? ഇനിയിപ്പൊ ഇത് വലിയ പ്രശ്നമാവും. നമ്മളീ ടണലിനകത്ത് ഈ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറെ ആയേ. ഇവിടെ കറണ്ട് ഓഫ് ആയാലും കറണ്ട് വന്നാലും പോയാലും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇരുട്ടടി എന്ന് കേട്ടിട്ടുണ്ടോ? ഇരുട്ടടി അടിച്ചു കളയാ, ഇരുട്ടടി. സാർ എനിക്കിടെ ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ റിപ്പോർട്ടെ സാറേ. ഇവന്റെ വർത്തമാനം കൂടുതലാ. ഇവനെ പർച്ചേസ് ചെയ്താലോ അവനെ? ഒരു കാര്യം പീഡിയിൽ നിനക്ക് എന്ത് കിട്ടുന്നുണ്ട്? പീഡിയിലൊന്നും എനിക്ക് സാലറി കിട്ടുന്നുണ്ട് മാസം ഒരു 10 കോടി. മാസം 20 കോടിയും ബൂട്ട് ക്യാമ്പും ഫുഡും വെള്ളവും റെഡിയാണോ? ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഒരു തരണം, എന്നാലേ സമ്മതിക്കൂ. പക്ഷെ എനിക്ക് ബ്രെയിൻ ഇടാൻ പറ്റൂല. മാത്രമല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അവസാനത്തെ വാണിംഗ് ആണ്, ഇതോടെ നിർത്തിക്കോണം കേട്ടല്ലേ ഈ പരിപാടിയൊക്കെ. അല്ല ഇതൊക്കെ പോട്ടെ, സാറിന് അമ്പി കളിക്കാൻ അറിയോ? എന്നാ നമുക്ക് പിന്നെ എന്തെങ്കിലും ഇനി പാലത്തിനടി വരല്ലേ? ഇല്ല സാർ ഞാൻ ആരുടെ പറയത്തില്ല സാറേ, ഞാൻ അടുത്ത് പറയത്തില്ലേ. ഞാൻ പറയത്തില്ലേ. കള്ളനാണ് ഇവൻ പോലും ബഹാളാണ്. ഇവ പോയി അടിച്ചിട്ട് കളയും. ഒന്ന് റെഡി ആയിരുന്നു. അടിച്ചിട്ട് പോകും നമ്മളല്ലേ. അണ്ണാ അടുത്ത് പുതിയതായി വിട്ടാരെ വാ എന്തൊക്കെ തരം സാരങ്ങളാണ് ദൈവമേ. അതെന്താടാ ഞാൻ തീർത്തിട്ട് വരാത്ത വണ്ടി ഓടാവണ്ട. സിമ്പിളാണ്, ഫിഗറിംഗ് സ്പീഡ് കൂടിയാൽ മതി. കൂടി കുറച്ച് മെറ്റകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് എങ്ങോട്ടാ പോണ്ടേ? വഴി അറിയാവോ? നേരെ പോയതല്ല, നേരെ പോയത്. നമ്മള് മണി ടർമിന്റെ അതെ, നമ്മള് മണി ടർമിൽ ചെന്ന് നമ്മളെ ഞാനേ ചന്ദ്രൻ വിളിക്കണ്ട. ഹലോ വാസുണ്ണാ. ചന്ദ്ര
അണ്ണാ ഞാൻ വീട്ടിലോട്ട് വരട്ടാ വീട്ടിലോട്ടാ വീട്ടിലോട്ട് വരാം ആ ഞാൻ അങ്ങോട്ടാണ്. എടാ എല്ലാരും ഗ്യാങ് ഹൗസിലോട്ട് വേണം. അവനൊരു കണ്ടി അവൻ പീടി വണ്ടി കണ്ട അപ്പഴേ എടുക്കണം അവന്. അല്ലല്ല ചന്ദ്ര അവിടെ കയറിയിട്ട് ഇപ്പൊ ഡെയിലി തല്ലിയുള്ളതല്ലേ പറഞ്ഞു. ആണല്ലേ? ഓ ഭരതാറിന് നിന്ന് തിരിയ സമയമില്ല. ഇനി എന്തായാലും ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കത്തില്ല ഭരതാർ. ഇത് സത്യം പറഞ്ഞ ചന്ദ്രനുള്ള ശിക്ഷയല്ല, ഇത് പീഡിക്കുള്ള ശിക്ഷയാണ്. പീഡിക്കുള്ള ശിക്ഷയാണിത്. എടാ ഞാൻ ഒരുത്തിനെ പോയി വരച്ച് ഞാൻ നേരെ ബൈക്കിൽ പറന്നു വന്ന് അണ്ണാ ഇവിടെ വീട്ടിലെത്തി എന്നാ വരെ എല്ലാ പീഡിന്ന് കൊണ്ടുവിടാ ഫെയർവെൽ കൊണ്ടുവിടാ വന്നേ. ഞാൻ വരുന്നതാണ്. ചന്ദ്ര ഗ്യാങ് ഓഫിലേക്ക് കയറുന്നു കേട്ടാണ്. ചന്ദ്രനെ പീഡിന്ന് കൊണ്ടുവിടാൻ വേണ്ടി ആള് വന്നത്. കേറാ ഇപ്പുറത്ത് വേടാ, അവിടെ ആളുണ്ടോ? ഡ്രൈവിംഗ് സീറ്റിലും അവിടെ ആളുണ്ട്. ഇല്ല എന്റെ ഇല്ല ഇവിടെ ഒരു സീറ്റ് അപ്പുറത്ത് വേറെ സീറ്റില്ല ബാക്കിൽ. ബാക്കിൽ ഒരു സീറ്റ് ഡെസ്ട്രോയുടെ വീട്ടിൽ അവിടെ റിനോവേഷൻ അവന്റെ ഇറ്റാച്ചി ഇല്ല. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് സിറ്റുവേഷൻ എടുക്കാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. കുറച്ച് ദിവസം ഒരു 3-4 ദിവസത്തേക്ക് മറ്റേ വാർ സിറ്റുവേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കൊണ്ടുവിടാൻ വന്ന പറഞ്ഞാലോ ഹലോ എന്തൊരു സാറേ സാർ ഇങ്ങോട്ട് വരണേ, അവിടെ സംസാരിച്ച കേൾക്കൂല, ഇങ്ങോട്ടൊന്ന് വരണേ. അതായത് ചന്ദ്രന്റെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന തീരെയാണ് 2 ദിവസത്തെ. ഓക്കെ സാറേ ഇത് ആവശ്യമുണ്ടോ ചന്ദ്രനെ? സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇത് ശരിക്കും ഇവനൊരു പണിഷ്മെന്റ് ആയിരുന്നോ നിങ്ങൾക്കൊരു പണിഷ്മെന്റ് ആയിരുന്നോ ഈ 2 ദിവസം? ഇത് 2 പേർക്കും ഒരു പണിഷ്മെന്റ് ആയിട്ട്, ഇത് ആക്ച്വലി ഒരു പണിഷ്മെന്റ് ആയിരുന്നു. ഓക്കെ പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് അങ്ങനെ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് മാത്രമല്ല PD ഓഫീസേഴ്സിന് ആർക്കും അല്ലെങ്കിൽ ചന്ദ്രനും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അവര് പൂവൊക്കെ അവരെ ചോദിക്കുന്നതിന് മറുപടി പറയടാ. അതെ എനിക്ക് നല്ലതായിരുന്നു സത്യം പറഞ്ഞത്. എല്ലാരും നല്ല ചന്ദ്രൻ ഇന്നലെ ഒരു കേസ് ഉണ്ടായിരുന്നു സൂര്യബോസിനെതിരായിട്ടുള്ള. ചന്ദ്രന്റെ മോനാണത്. അതിലും ചന്ദ്രനാണ് മുന്നിട്ട് നിന്ന് സൂര്യബോസിനെ ഇതാക്കാനും നെഗോഷിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നത്. ഇന്നും 2-3 കേസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു പാക്കേജസ് കൊണ്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലും ചന്ദ്രൻ അസിസ്റ്റ് ചെയ്തു. ഇറ്റ് വാസ് ഓൾസോ ഗുഡ്. ചന്ദ്രനെ പോലൊരാള് ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു ചന്ദ്രൻ 6 പേരെ എന്തോ അടിച്ചിട്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ടണലിൽ എന്തോ ഒരു പ്രശ്നമായി. ടണലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ചുപേര് ഇഞ്ചേർഡ് ആയിരുന്നു. ഞാൻ വീഴുന്നതിന് മുന്നേ ആയിട്ട് 3 പേരെ അവര് പുറകിൽ ബാക്കി ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ബാക്കപ്പ് വരാവുന്ന ഡിലേ ആയതാ. ആക്ച്വലി ചന്ദ്രൻ 6 പേരെ എന്തോ അടിച്ചിട്ടെന്നാ പറഞ്ഞത്. അത് ഓർമ്മ മങ്ങുന്നതിന് മുന്നേ അതായിരുന്നു ഓർമ്മ ആയിരിക്കാം. കാരണം അത്രയും എഫിഷ്യന്റ് ആയിരുന്നു പുള്ളി കൺഫയറിംഗിലും മറ്റു കാര്യങ്ങളിലൊക്കെ. ഗൺഫയറിൽ എഫിഷ്യന്റ് അവിടെ വന്നതിന് ശേഷം ആയതായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു എഫിഷ്യൻസി നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഒരു ദിവസമൊക്കെ ആകുന്നല്ലോ വാസു. അത് അല്ല എനിക്ക് തോന്നുന്നത് അവിടെ വന്നിട്ടായതാണെന്ന്. ഇവിടെ എന്തായാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഇടയ്ക്ക് ഒന്നും. എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വിടുകയാണെങ്കിൽ പറഞ്ഞാൽ മതി. റെഡി ടു ടേക്ക് ഹിം ടു ദ PD. എന്നാ പിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകോ? സാറേ സത്യം പറയല്ലോ വാസവണ്ണ, നമ്മള് PD ഉള്ള സാറേ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വണ്ടിയൊക്കെ സ്പീഡ് ഭയങ്കര കുറവാണ്. ആണല്ലേ? കുറെ കാര്യങ്ങൾ. അപ്പൊ ചന്ദ്ര ഇവര് ഡ്യൂട്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ വണ്ടി എടുത്തോണ്ട് പോകുന്ന ഈ പൂമ്പന്മാരെ പറ്റി എന്താണ് അഭിപ്രായം? വെറും ചെറ്റത്തരം ചെയ്യാൻ കൂടി പാടില്ല. അങ്ങനെ വെറും ചെറ്റത്തരം. ഇനി ഇല്ല ഞാൻ ചെയ്യില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം എനിക്ക് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു അവസരം തന്നത്. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി ഈ വണ്ടിയുടെ ബേസിൽ ഇവനെ പിടിച്ചുണ്ടല്ലോ സാറേ ലാത്തി കയറ്റി കൊടുക്കണേ. വാസു ആക്ച്വലി സാറേ എന്റെ അനിയൻ ഒരാൾ പീഡിയിലുണ്ട് സാറേ. അപ്പൊ പുള്ളിക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്താണ് സാറേ പരിപാടി?
ക്യാൻ ഓൾസോ അനിയന് വരാൻ പറഞ്ഞാൽ മതി. നമുക്ക് പുള്ളിയുടെ ഡെസിഗ്നേഷനും പുള്ളിയുടെ എക്സ്പീരിയൻസും മറ്റൊക്കെ കണക്കാക്കിയിട്ട് പുള്ളി ചന്ദനവേട്ടലാണ്. സാറേ ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം സാറേ. ഓക്കെ 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 എന്തായാലും താങ്ക് യു സോ മച്ച് സാറേ. താങ്ക് യു. ഓക്കെ ചന്ദ്ര യൂണിഫോം അവിടെ ഏൽപ്പിച്ചിരുന്നാ മതി. ഓക്കെ സോ എനിവേ ഞങ്ങളുടെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നീയോണേ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഓക്കെ അപ്പൊ നമ്മളിത് എന്താണ് പോലീസ് സ്റ്റോപ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവുന്നു? ലൈവ് ഒന്നും എടുത്തില്ല, ഞാൻ പകല് കുറച്ച് PvP സിറ്റുവേഷൻ കിട്ടുമല്ലോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നാലും ഓക്കെ. പിന്നെ സിറ്റിസൺസ് കുറച്ച് പേര് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ചന്ദ്രമാസം വരുമ്പോ സബ്ഗുരു ആയിരുന്നോ? സബ്ഗുരു ഇവരെ കൂടെ ആണോ ഇപ്പൊ? അല്ല, നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ 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 കാവലാളാക്കി. ഓക്കെ കാവലാടാ, വേണമെങ്കിൽ നിന്നെ ഞാൻ കാവലാക്കാം, കുഴപ്പമില്ല. ഓക്കെ അപ്പൊ ഓക്കെ 4% പോയോ? ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി ഇവന്റെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ സാർ ഒരു ദാക്ഷിണ്യവും കൊടുക്കരുതെന്ന് ഞാൻ പറയാം. അപ്പൊ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സർവീസിലോട്ട് കയറ്റിക്കോളാം. 2 ദിവസത്തേക്ക് ആവശ്യമുണ്ട്. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ അപ്പൊ ശരി, ബൈ ബൈ. ഓക്കെ സാർ, ഓക്കെ ചന്ദ്ര, താങ്ക് യു. എനിക്ക് അറിയാൻ പറ്റുന്നില്ല സാർ. കാവലാണ് സാറേ, നമ്മള്